ഞങ്ങൾക്ക് BJP-നെ കുറിച്ചിട്ടും കോൺഗ്രസിനെ കുറിച്ചിട്ടും CPM-നെ കുറിച്ചും സംസാരിക്കണ്ട. ഞങ്ങൾ കഷ്ടപ്പെടിച്ചിട്ട് 3-4 വർഷം കഷ്ടപ്പെട്ട് പഠിച്ചു വന്ന് എന്റെ റാങ്ക് 371 3 വർഷത്തോളം പഠിച്ച് 3 ലക്ഷത്തിലെ ആൾക്കാരിൽ ഈ ഫിസിക്കലും പാസ്സായി കഴിഞ്ഞിട്ട് ഈ 371 റാങ്കിൽ എന്നോട് പറയാണ് നിനക്ക് RPF നോക്കിക്കൂടെന്ന്. എനിക്ക് 31 വയസ്സായി. ഈ RPF നോക്കാൻ ഏജ് കഴിഞ്ഞു. ഇനി ഞാൻ എന്ത് RPF നോക്കും? എനിക്ക് ഇതല്ലാതെ വേറൊരു വഴിയില്ല. അങ്ങനെ ആ സാർ അങ്ങനെ പറഞ്ഞപ്പോൾ നല്ലോണം ഞങ്ങൾക്ക് ഹേർട്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളോട് മന്ത്രി ഞാൻ പറയുന്നില്ല, ഒരു സാറ് പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് മീൻ വിൽക്കാൻ പോയിക്കൂടെ എന്നാണ്. അതുപോലെ പ്രൈവറ്റ് ജോലിക്ക് പോയിക്കൂടെ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് ഈ പ്രൈവറ്റ് ജോലിക്ക് പോകാനാണെങ്കിലും മീൻ വിൽക്കാൻ പോകാനാണെങ്കിലും ഞങ്ങൾ ഈ 3-4 വർഷം ഇവിടെ കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ആദ്യമേ പറയായിരുന്നു നിങ്ങൾക്ക് ഇവിടെ വേക്കൻസി ഇല്ല, നിങ്ങൾ പഠിക്കണ്ട, നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഒരു സാധനം, നിങ്ങൾക്ക് ജോലി തരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം ആദ്യമേ ഇവർക്ക് പറയായിരുന്നു. ഈ 11 മാസം ഞങ്ങളോട് നിങ്ങൾക്ക് വേക്കൻസി ഉണ്ട്, നിങ്ങൾക്ക് ഇപ്പം വരും വേക്കൻസി എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കുമായിരുന്നു. ഞങ്ങളെയോ പറ്റിച്ചു, കഴിഞ്ഞ CPO-കാരെ പറ്റിച്ചു, ഇപ്പൊ നിലവിലുള്ള CPO-കാരെ പറ്റിച്ചു, ഞങ്ങളെ പറ്റിച്ചു. ഞങ്ങൾ 18 ദിവസം ഇവിടെ വെയിലും മഴയും കൊണ്ടിരുന്ന് ഞങ്ങളെ പറ്റിച്ചു. ഇനി എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ ഒരിക്കലും ഇനി ഒരു ഭരണം കിട്ടുന്നുണ്ടെങ്കിലും ഒരിക്കലും ഒരു യുവജനങ്ങളെയും പറ്റിക്കരുത്. ഞങ്ങളുടെ ജീവിതമാണിത്, പറഞ്ഞു പറ്റിക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ.